പൊതുപ്രവർത്തകൻ എ കെ സാദിഖ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എ കെ സാദിഖ്, ഇപ്പോൾ ഈ കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്രം. നിലവിൽ എന്താണ് ഇവിടെ സ്ഥിതി? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മളുടെ ഈ NH-66 ദേശീയപാത കേരളത്തിലെ മുഴുവൻ പേരുടെയും വലിയ ഒരു പ്രതീക്ഷയും സ്വപ്നവുമായിരുന്നു. 1983 കേൾക്കാൻ തുടങ്ങിയ വാക്കാണ് നാഷണൽ ഹൈവേ. അത് ഈ 1-2 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സമയത്താണ് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ തുടർച്ചയായി റോഡ് ഇടിഞ്ഞ് വീഴുകയും സർവീസ് റോഡിൽ വാഹനങ്ങൾക്കും ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇവിടെ നമ്മൾക്ക് ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം, എന്തായാലും കേന്ദ്ര ഗതാഗത വകുപ്പ് ഈ കരാർ കമ്പനിയെ, KNR കൺസ്ട്രക്ഷൻ കമ്പനിയെ ഡീബാർ ചെയ്തു എന്നുള്ളത് വളരെ നല്ല ഒരു തീരുമാനമാണ്. വളരെ പെട്ടെന്ന് തന്നെ അതിന് ഒരു നടപടി ഉണ്ടായി എന്നുള്ളത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ അവർ മാത്രമായിരിക്കുമോ ഇക്കാര്യത്തിൽ? കാരണം ഇത് ഈ റോഡ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, കൺസൾട്ടൻസി ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള മറ്റ് കുറെ സംവിധാനങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഈ റോഡ് പൂർത്തിയാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇതിനകത്ത് കൂട്ടുത്തരവാദിത്വം ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിന്റെ സുരക്ഷ ഓരോ ഘട്ടത്തിലും അത് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടത് ഈ ഹൈവേയുടെ പിതൃത്വത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ്. കേരള ഗവൺമെന്റിൻ്റെതാണെന്ന് ഒരു കൂട്ടരും, അതല്ല ഇത് പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെതായെന്ന് മറ്റൊരു കൂട്ടരും. എന്തായാലും ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞ് വീണപ്പോൾ ഇതിൽ ആർക്കും ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും കേന്ദ്ര വകുപ്പ്, ഗതാഗത വകുപ്പ് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയെ ഡീബാർ ചെയ്തതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായി, ഇതിന്റെ ഉത്തരവാദിത്വവും ചുമതലയും ബാധ്യതയും ഒക്കെ കേന്ദ്ര സർക്കാരിനാണ് എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും ബോധ്യമായി. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെതായിരുന്നെങ്കിൽ ഇതിനോടകം സംസ്ഥാന സർക്കാർ എന്തെങ്കിലും നടപടിയെടുക്കണമായിരുന്നല്ലോ. നമ്മൾ ഏത് വിഷയത്തെയും ഒരു സംഗതി വരുമ്പോൾ ആരാണ് നടപടിയെടുക്കുന്നത് വെച്ചിട്ടാണല്ലോ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് നിശ്ചയിക്കേണ്ടി വരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ കേരളത്തിലെ 14 ജില്ലയിൽ 9 ജില്ലയിലുള്ളവരും ഭീഷണിയിലാണ്. 5 ജില്ലക്കാർക്കേ പേടിയില്ലാതുള്ളൂ. കാരണം അതുവഴി ഈ NH-66 പോകുന്നില്ല. കഴിഞ്ഞ ഒരു ദിവസം കൊല്ലത്ത് ഇതുപോലെയുള്ള ഒരു ബൈപ്പാസിന്റെ സർവീസ് റോഡിലൂടെ ഞാനും കുടുംബവും കൂടി പോകുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്. ഞാൻ ഭയന്നിട്ട് വീട്ടുകാരോട് പറയുകയും ചെയ്തു, ഇതിലെ പോകാൻ പേടിയാകുന്നു. കാരണം ഒരു സിമന്റ് കട്ടയുടെ വീതിക്കാണ് ഇത് മേപ്പോട്ട് 10-20 മീറ്റർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു ചരിവ് പോലും ഇല്ല, ഏതാണ്ട് നേരെ നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെയാണെങ്കിൽ വലിയ മഴയും അതിനകത്തുകൂടി വാഹനങ്ങളും പോകുമ്പോൾ സ്വാഭാവികമായും ഇത് ചരിയാനുള്ള സാധ്യതയില്ലേ എന്ന് ഏതൊരാളിനും തോന്നിപ്പോകില്ലേ? എന്തായാലും ഇവിടുത്തെ കേരളത്തിലെ മണ്ണിന്റെ സ്വഭാവം, ഇവിടുത്തെ കാലാവസ്ഥ, ഇപ്പൊ പലപ്പോഴും നമ്മൾ വികസനത്തെക്കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഉപരിപ്ലവമായി ഡൽഹിയിലില്ലേ, മദ്രാസിലില്ലേ, ആന്ധ്രയിലില്ലേ, കർണാടകയിലില്ലേ, എന്നാ പിന്നെ കേരളത്തിൽ ആയിക്കൂടെ എന്ന് നമ്മൾ ചിന്തിക്കാതെ പലപ്പോഴും പലതും പറയും. കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വയലുകളും കുന്നുകളും പുഴകളും പൂഴിമണ്ണും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോ അവിടെ നാഷണൽ ഹൈവേ വരുമ്പോൾ, ഇതുപോലെയുള്ള വലിയ വലിയ പദ്ധതികൾ വരുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും മണ്ണിനും ഇവിടുത്തെ രീതിക്കും ഒക്കെ അനുസരിച്ച് ഡിസൈൻ ചെയ്യണം. അതൊരു പക്ഷേ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് സംശയമുണ്ടാകുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഓരോ ഘട്ടത്തിലും സുരക്ഷ വേണം. അതും കഴിഞ്ഞ ദിവസം നമ്മളുടെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു. ഓരോ മാസവും ഇത് തൊട്ടു നോക്കി പരിശോധിച്ചിട്ടാണ് ഇതിന്റെ പണി മുന്നോട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ തൊട്ടു നോക്കിയിട്ട് ആണോ ഇതിന്റെയൊക്കെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതെന്ന് ഗൗരവമായി ആരും ചോദിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏത് വിഷയം വന്നാലും അതിന്റെ സാങ്കേതികമായും ശാസ്ത്രീയമായും ഉള്ള ഗുരുതരമായ വിഷയങ്ങളിലേക്ക് പോകാതെ അതിനെ രാഷ്ട്രീയപരമായും
ട്രോൾ ചെയ്യാനുമാണ് ഈ വിഷയങ്ങളൊക്കെ എടുക്കുന്നത്. അത് ട്രോൾ ചെയ്യോ അതിന്റെ നർമ്മമോ അതൊക്കെ നമ്മൾക്ക് ഒരു ഭാഗത്താകാം. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റുകൾക്ക് അതുപോലെ തന്നെ നമ്മൾക്ക് മനസ്സിലാകാത്തത് ഇപ്പൊ ട്രെയിനിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾക്ക് ഏത് സംശയവും ചോദിക്കാൻ ഒരു മെട്രോമാൻ ഉണ്ട്. മിസൈലുമായി ബന്ധപ്പെട്ട് ചോദിക്കാനായിരുന്നെങ്കിൽ നമ്മൾക്കൊരു മിസൈൽ മാൻ ഉണ്ടായിരുന്നു, APJ അബ്ദുൽ കലാം. ഈ റോഡുകളുടെ കാര്യത്തിൽ നമ്മൾക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ ഒരു പേര് പോലും നമ്മൾക്ക് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. കേരളത്തിന്റെ സാഹചര്യത്തിൽ ഈ നാഷണൽ ഹൈവേ ഇങ്ങനെ പണിഞ്ഞാൽ മതിയോ, അതോ ഈ ലെവൽ ചെയ്ത് ഒരേ ലെവലിൽ ഇത് പോകാൻ വേണ്ടിയാണല്ലോ ഈ വലിയ 20-30 മീറ്റർ സൈഡിൽ ഈ സിമന്റ് കട്ട കെട്ടി പൊക്കുന്നത്. അതിനു പകരം അവിടെ തൂണുകൾ, ആ തൂണുകളിൽ നിർത്തിപ്പോയാൽ എന്താണ് അതിന്റെ ബുദ്ധിമുട്ട്? അത് മറ്റു കുറച്ചുകൂടി സൗകര്യമല്ലേ ഉണ്ടാക്കുക? ഇവിടെ എന്തുമാത്രം മണ്ണും എന്തുമാത്രം അതുപോലെയുള്ള മെറ്റീരിയലുകളുമാണ് ഈ ലെവൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ എടുത്തിരിക്കുന്നത്. ഇവിടെ മണ്ണെടുക്കുന്നത് നിരോധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ വികസനത്തിന് വേണ്ടി അതൊക്കെ വേണ്ടി വരും. നമ്മളാരും അതിനെ കണ്ണടച്ചെതിർക്കുകയല്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, തുടർച്ചയായി മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു, റോഡ് ടാറിളകി പോകുന്നു. അതും ചില വാർത്തകൾ കണ്ടപ്പോൾ വിള്ളൽ വന്ന സ്ഥലത്ത് പശ വെച്ച് ഒട്ടിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ റോഡ് പശ തേച്ച് ഒട്ടിക്കുന്ന ചിത്രങ്ങൾ, വീഡിയോകൾ പുറം രാജ്യത്ത് പോയാലുള്ള ഒരവസ്ഥ. അപ്പോൾ ഇത് ധൃതി പിടിച്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണോ, എന്ത് സാഹചര്യത്തിലാണ് ഇത്രയും നിരുത്തരവാദപരമായി ഇത് മുന്നോട്ട് പോകുന്നത്? ഇവിടെ മറ്റൊരു കാര്യം, ഈ കൂടുതലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ നിർമ്മാണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടം ആയിട്ടുള്ള സ്ഥലങ്ങളിലാണെന്നാണ് പറയുന്നത്. ഇവിടെ കൊല്ലത്ത് ഒരു പാലം കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ മുമ്പേ തന്നെ മൊത്തത്തിൽ അങ്ങ് പോയി, വിരിഞ്ഞങ്ങ് പോയി. ഇപ്പൊ കാലപ്പഴക്കം കൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ നമ്മൾക്കത് കുറ്റം പറയാനൊക്കില്ല. പക്ഷെ ബ്രിട്ടീഷുകാരൻ പണിഞ്ഞിട്ട് പോയ പാലം ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു. മറിച്ച് പുതിയതായി ചെയ്യുന്ന ഇത്തരത്തിലുള്ള റോഡുകൾ ഇടിഞ്ഞിട്ടാകുന്നു. അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കുഴപ്പമാണോ, ഭൂമിശാസ്ത്രപരമായ പ്രശ്നമാണോ, അതല്ല തെറ്റായ നിലവാരം കുറഞ്ഞ പണികൾ കൊണ്ടാണോ, അലൈൻമെന്റിന്റെയോ ഡിസൈനിന്റെയോ കുഴപ്പം കൊണ്ടാണോ എന്നെല്ലാം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഹൈവേയിലൂടെ 2 രീതിയിൽ യാത്ര ചെയ്യാനും പേടിയാണ്. മുകളിലൂടെ യാത്ര ചെയ്യാൻ വലിയ പേടിയാണ്. കാരണം ഇത്രയും മുകളിൽ നിന്ന് താഴെ പോകും. താഴെ കൂടെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്ത് എത്തുമെന്നുള്ളതിന് ഒരുറപ്പുമില്ല. അപ്പോ ഇനിയിപ്പോ ഓട്ടോറിക്ഷയും സ്കൂട്ടറും 2 വീലറും ഒക്കെ ഈ സർവീസ് റോഡിലൂടെ താഴെ കൂടെ മാത്രമാണ്. അപ്പൊ ഈ സർവീസ് റോഡ് എത്രമാത്രം ഉപയോഗപ്രദമാകും? ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത്രയെങ്കിലും നടപടി വന്നു. അവിടെ ഒരു കൺസൾട്ടൻസി ഉണ്ട്, ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി. അവർക്ക് ഇക്കാര്യത്തിൽ എന്ത് പറയാനുണ്ടെന്നറിയണം. ഈ തലശ്ശേരി മാഹി പാലവും ഒക്കെ പണി തുടങ്ങിയപ്പോൾ തന്നെ പൊളിഞ്ഞു വീണ പല വാർത്തകളുമുണ്ട്. അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. എല്ലാ ജില്ലയിലും, കോവളത്ത്, കൊല്ലത്ത്, തൃശ്ശൂരില്, എറണാകുളത്ത്, ആലപ്പുഴയില്, മലപ്പുറത്ത്, കോഴിക്കോട്, എല്ലാം, കാസർഗോഡ്, കണ്ണൂർ, എല്ലാ ജില്ലയിലും ഒരു ജില്ലയ്ക്കും മാറി നിൽക്കാൻ പറ്റാത്ത ദുരന്തങ്ങൾ ഉണ്ടാകുകയാണ്. ടെക്നിക്കൽ ടീം ഫീൽഡിൽ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ കമ്പനിയെ ഡിവാർ ചെയ്തത് എന്നുള്ളതിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ്, ഇനിയും കൂടുതൽ പരിശോധനകൾ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. എന്നിട്ട് മാത്രമേ ഇത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാവൂ. അത് കൊടുക്കുമ്പോൾ ഇനി ഇതിന്റെ ഉദ്ഘാടന സമയത്ത് മത്സരിച്ച് ഞങ്ങളുടേതാണെന്നും പറഞ്ഞ് ആളുകൾ വരും. അപ്പോൾ ഇതും കൂടിയൊക്കെ ജനം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് എന്നുമാണ് ഒരു പൗരൻ എന്ന നിലയിൽ പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി പ്രതികരണത്തിന്. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്രം. നിർമ്മാണ കരാർ കമ്പനിയായ KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തു. പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന്റേതാണ് നടപടി.